ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഭേദചിന്തയില്ലാത്ത സമൂഹത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ നവകേരളം സാധ്യമാകൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ കലാ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിച്ച് മുഖ്യമന്ത്രി. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായെങ്കിൽ കർശന നടപടിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മീസൽസ്, റൂബെല്ല രോഗനിവാരണത്തിനായി 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ സമ്പൂർണ്ണമാക്കാൻ 2 ആഴ്ചത്തെ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കം. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഈ മാസം 22-ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ ഉദ്ഘാടന പതിപ്പ് ഇന്ന് ദിയുവിലെ ഗോഗ്ല ബീച്ചിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. മീസൽസ്, റൂബെല്ല രോഗങ്ങളുടെ നിവാരണം ലക്ഷ്യമിട്ട് 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ സമ്പൂർണ്ണമാക്കുന്നതിനായുള്ള 2 ആഴ്ചത്തെ പ്രത്യേക ക്യാമ്പയിന് തുടക്കം. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് പ്രത്യേക ക്യാമ്പയിൻ നടത്തുക. മറ്റ് 8 ജില്ലകളിൽ വാക്സിനേഷൻ കവറേജ് കുറഞ്ഞ പ്രദേശങ്ങളിൽ സ്ഥാപന തലത്തിലുള്ള ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുന്നത്. ഭേദചിന്തയില്ലാത്ത സമൂഹത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ നവകേരളം സാധ്യമാകൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിൽ നന്മ വളർത്തിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ പുഴയ്ക്കലിൽ കലാ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാടിന്റെ മറ്റ് വികസനങ്ങൾ കേന്ദ്രീകരിച്ചതുകൊണ്ട് മാത്രം നവകേരളം യാഥാർത്ഥ്യമായി മാറില്ല. ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നേരത്തെ നവോത്ഥാന കാലത്ത് ഉയർത്തിയിരുന്ന മുദ്രാവാക്യം. അതിൽ നിന്ന് പുറകോട്ടു പോകാതിരിക്കാൻ നല്ല ഇടപെടലുകൾ വേണ്ടതായിട്ട് വരും. ഇരുട്ടിന്റെ ശക്തികളെ ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാനും നമ്മുടെ നന്മ കൂടുതൽ വളർത്തിയെടുക്കാനുമുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. കൊച്ചി വിമാനത്താവളത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്ന സിയാൽ 2.0 പദ്ധതി ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യവും സൈബർ സുരക്ഷയിൽ ആധുനികവൽക്കരണവുമാണ് സിയാൽ നടപ്പിലാക്കുന്നത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ വിവിധ വകുപ്പുകൾ പരിശോധനകൾ തുടങ്ങി. സംഭവത്തിൽ കസബ പോലീസ് കേസെടുത്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ സംഭവമുണ്ടായ കെട്ടിടത്തോട് ചേർന്ന ഭാഗം സീൽ ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തുണ്ട്. ഫയർഫോഴ്സ് കൂടുതൽ പരിശോധനകൾ ഇന്ന് നടത്തും. നാശനഷ്ടങ്ങൾ ഇതുവരെ കണക്കാക്കിയിട്ടില്ല. ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന കാരിക്കറ്റ് ടെക്സ്റ്റൈൽസിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. തൊട്ടടുത്ത മരുന്നുകൾ സൂക്ഷിച്ച ഭാഗത്തും തീയുണ്ടായിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും ബസ് ബേകൾ മാറ്റിയിട്ടുണ്ട്. നിലവിൽ കോർപ്പറേഷനിലും ഇത് സംബന്ധിച്ച് നിർണായകമായ യോഗങ്ങൾ ഇന്ന് ചേരുന്നുണ്ട്. കമ്മിറ്റി ചെയർമാൻമാരും ഉദ്യോഗസ്ഥരും യോഗത്തിലുണ്ടാവും. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തെ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. സർവതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചയ്ക്ക് ഇടവരുത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മേൽ നടപടിയെടുക്കാനും എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനിക്കുക. അതിൽ കാലതാമസമൊന്നും ഉണ്ടാകാതെ ചെയ്യണം എന്നുള്ള നിലക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് തീപിടുത്തത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP ആവശ്യപ്പെട്ടു. തീപിടുത്തം ഉണ്ടായ കോർപ്പറേഷൻ കെട്ടിടത്തിലും തൊട്ടടുത്ത പല കെട്ടിടങ്ങളിലും നിയമലംഘനം നടന്നതായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. രഘുനാഥ് പറഞ്ഞു. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുന്ന പുതിയ സൂപ്പർഫാസ്റ്റ് സർവീസുകൾ ധനമന്ത്രി KN ബാലഗോപാൽ ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡിപ്പോയിലെ ഗ്യാരേജ് പുനർനിർമ്മാണത്തിന് 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആലപ്പുഴ ഹരിപ്പാട് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരിച്ചു. രാവിലെ ദേശീയപാതയിൽ ഹരിപ്പാട് കരുവാറ്റയിലാണ് അപകടം. ഹരിപ്പാട് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന പൂന്തോപ്പ് സ്വദേശി സരസ്വതിയമ്മയാണ് മരിച്ചത്. മത്സ്യം കയറ്റിവന്ന പിക്കപ്പ് വാനിലും ബസ് ഇടിച്ചു. ആലപ്പുഴയിൽ തുറവൂർ മുതൽ അരൂർ വരെ ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു.
കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ദേശീയപാതയിൽ തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഉയരപ്പാത നിർമ്മാണം ആരംഭിച്ച ശേഷമുണ്ടായ വാഹനാപകടങ്ങളിൽ 42 പേരുടെ ജീവനാണ് ഇതുവരെ നഷ്ടപ്പെട്ടത്. ചെറുതും വലുതുമായ 100 കണക്കിന് അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ദേശീയപാതയിലെ നിലവിലുള്ള 3 മീറ്റർ സഞ്ചാരപാതയ്ക്ക് പുറത്തേക്കുള്ള ഭാഗം തകർന്നു കിടക്കുകയാണ്. മഴ കൂടി പെയ്യുമ്പോൾ കുഴി തിരിച്ചറിയാൻ പറ്റാത്തതും തെന്നിത്തെറിച്ച് കിടക്കുന്ന കല്ലുകളും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. സ്വകാര്യ ബസ്സുകളും ടിപ്പർ ലോറികളും അമിത വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ദുരന്തബാധിതരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ വൈത്തിരി താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഈ മാസം 22-ന് പ്രഖ്യാപിക്കും. 4,74,707 വിദ്യാർത്ഥികളാണ് 2ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. രാജ്യത്താദ്യമായി കേരളത്തിൽ 10ാം ക്ലാസ്സിൽ കുട്ടികൾ ഇനി റോബോട്ടിക്സ് പഠിക്കും. 10ാം ക്ലാസ്സിലെ 4.3 ലക്ഷം കുട്ടികൾക്ക് റോബോട്ടിക്സ് സാങ്കേതികവിദ്യ പഠിക്കാൻ പുതിയ അധ്യയന വർഷത്തിൽ അവസരം ലഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 10ാം ക്ലാസ്സിലെ പുതിയ ICT പാഠപുസ്തകം 1ാം വാള്യത്തിലെ റോബോട്ടുകളുടെ ലോകം എന്ന 6ാം അധ്യായത്തിലാണ് സർക്യൂട്ട് നിർമ്മാണം, സെൻസറുകളുടെയും ആക്ച്യുവേറ്ററുകളുടെയും ഉപയോഗം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നിയന്ത്രിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ റോബോട്ടിക്സിന്റെ പുതിയ ആശയങ്ങളും ആശയ മാതൃകകളും കണ്ടെത്താൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നത്. സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിൽ ഇതിനായി കൈറ്റ് വഴി 29,000 റോബോട്ടിക് കിറ്റുകളുടെ വിതരണം നേരത്തെ പൂർത്തിയായിരുന്നു. ICT പാഠപുസ്തകം മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ മാധ്യമങ്ങളിലായി എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കും. മലപ്പുറത്ത് ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്നത് 12 വയസ്സുള്ള ആൺ കടുവയെന്ന് നിഗമനം. വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിരീകരണം. കടുവയെ പിടികൂടുവാനുള്ള വനം വകുപ്പിന്റെ ശ്രമം തുടരുകയാണ്. മലപ്പുറം വണ്ടൂർ, വാണിയമ്പലം, മാടശ്ശേരി ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാടശ്ശേരി ഭാഗങ്ങളിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ പ്രദേശവാസികളുടെ സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ട്രെഡ്ജിംഗ് പുനരാരംഭിച്ചു. കണ്ണൂരിൽ നിന്നെത്തിച്ച ട്രെഡ്ജറിനോടൊപ്പം 2 എക്സ്കവേറ്ററുകളും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ ഉദ്ഘാടന പതിപ്പ് ഇന്ന് ദിയുവിലെ ഗോഗ്ല ബീച്ചിൽ ആരംഭിക്കും. രാജ്യത്തുടനീളമുള്ള 1000-ലധികം അത്ലറ്റുകൾ മത്സരിക്കും. ബീച്ച് സോക്കർ, ബീച്ച് വോളിബോൾ, ബീച്ച് കബഡി, ഓപ്പൺ വാട്ടർ നീന്തൽ തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ. IPL ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 7:30-ന് ലക്നൌ സൂപ്പർ ജയൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. ലക്നൌവിലാണ് മത്സരം. ഗുജറാത്തും ബംഗളൂരുവും പഞ്ചാബ് കിങ്സും ഇതിനകം പ്ലേ ഓഫിൽ കടന്നിട്ടുണ്ട്. കേരള, കർണാടക, കൊങ്കൺ, ഗോവ, ഇന്ത്യൻ ഉപദ്വീപിനോട് ചേർന്നുള്ള ഇടങ്ങളിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ മുതൽ മലപ്പുറം വരെ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതിയായ അഭിഭാഷകൻ ബെയിലിൻ ദാസിന് ജാമ്യം. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂരിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്കായി നാളെ 2 വിമാനങ്ങൾ സർവീസ് നടത്തും. മറ്റന്നാൾ 3 സർവീസുണ്ട്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. ഇന്ന് വൈകിട്ട് 6 മണിവരെ എത്തുന്ന തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകാൻ അനുവദിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ പിടികൂടുന്നതിനായി ആരംഭിച്ച വാട്സ്ആപ്പ് സംവിധാനത്തിലൂടെ ലഭിച്ച പരാതികളിന്മേൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ 30.67 ലക്ഷം രൂപ പിഴ ചുമത്തി. ഈ മാസം 17 വരെയുള്ള കണക്കാണ് ഇത്. പരാതികൾ 9446700800 എന്ന വാട്സ്ആപ്പ് നമ്പറിലാണ് നൽകേണ്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 118 പോയിന്റ് നഷ്ടത്തിൽ 82,213-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 30 പോയിന്റ് നഷ്ടത്തിൽ 24,990-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 280 രൂപ വർദ്ധിച്ച് 70,040 രൂപയും ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 8,755 രൂപയുമാണ് ഇന്നത്തെ വില. BPCLുമായി സഹകരിച്ച് കൊച്ചി മെട്രോ കളമശ്ശേരി മെട്രോ സ്റ്റേഷന് സമീപം ആരംഭിക്കുന്ന ഫ്യുവൽ സ്റ്റേഷൻ മന്ത്രി P. രാജീവ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 27,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ സജ്ജീകരിച്ച ഫ്യുവൽ സ്റ്റേഷനിൽ ഒരേ സമയം 25 വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാനുള്ള സൌകര്യമുണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭേദചിന്തയില്ലാത്ത സമൂഹത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ നവകേരളം സാധ്യമാകൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ കലാ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിച്ച് മുഖ്യമന്ത്രി. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായെങ്കിൽ കർശന നടപടിയെന്ന് മന്ത്രി A. K. ശശീന്ദ്രൻ.
മീസൽസ് റൂബെല്ല രോഗനിവാരണത്തിനായി 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ സമ്പൂർണ്ണമാക്കാൻ 2 ആഴ്ചത്തെ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കം. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഈ മാസം 22-ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ ഉദ്ഘാടന പതിപ്പ് ഇന്ന് ദിയുവിലെ ഗോഗ്ല ബീച്ചിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.